ഓക്കെ, അപ്പോൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജസീല മുലാഫിന്റെ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ജസീല മുലാഫ് എന്ന് പറയുന്നത് അവര് ഒരു സൗത്ത് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലർ ആണ്, റൈറ്റർ ആണ് കേട്ടോ. അവര് എന്താണ് സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഈ അമേരിക്ക അവിടെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് അറിയാം, ഈ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെയും അതേപോലെ തന്നെ ആഫ്രിക്കൻ ആൾക്കാരെയൊക്കെ വേർതിരിച്ച് കാണുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അതിനൊക്കെ എതിരായിട്ട് ഒരുപാട് കഥകളും കവിതകളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് ജസീല മുലാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോയ്ലറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നോക്കാം. അതും ഈ പറഞ്ഞ പോലെ അമേരിക്കയില് എന്താ പറയാ, അവിടെയുള്ള ആൾക്കാര് അവിടുത്തെ ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരെയും വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പരസ്പരം വേർതിരിച്ച് കാണുന്നുണ്ട്. ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരെ ഒരുപാട് അടിമകളെ പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ടോയ്ലറ്റ് എന്നുള്ള ചാപ്റ്ററിൽ അവരനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് God from dreams success does exist. Giving me the vision to find it, the courage to get on way to it, and the perseverance to follow it. കൽപ്പന ചോട് പറഞ്ഞിട്ടുള്ള അതായത് ഒരു ഡ്രീം നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള പാത്ത് ചെയ്യുന്ന ഒരു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു സക്സസ് വഴി നമുക്ക് അറിഞ്ഞിരിക്കണം മാത്രമാണ്. അതിൽ നമ്മൾ ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്നതാണ്. ആൻഡ് പെർസെവറൻസ് ടു ഫോളോ ഇറ്റ്. നമുക്ക് പെർസെവറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരോത്സാഹമാണ് അർത്ഥം. അതായത് ഓക്കെ, അപ്പോ എന്താ നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ നിന്ന് സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥിരമായിട്ട് അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യവും അതേപോലെ തന്നെ ഒരു പെർസിവറൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് കൽപ്പന ചൗള പറയുന്നത്. ഓക്കെ, ഡ്രോയിങ് ഇൻസ്പിറേഷൻ ഫ്രം ഗാന്ധിജി സെൽഫ്ലെസ് ഡെഡിക്കേഷൻ, ലെറ്റ്സ് നൗ മൂവ് ഓൺ ടു ദി ട്രബിൾഡ് ജേർണി ഓഫ് എ യങ് ഗേൾ ഹൂ സ്ട്രൈവ്സ് ഹാർഡ് ടു ബിൽഡ് എ കരിയർ. എന്താണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഗാന്ധിജിയുടെ സെൽഫ് ഡെഡിക്കേഷൻ, അതായത് അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളെ കുറിച്ചിട്ട് ഒക്കെ കേട്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു യങ് ഗേൾ അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് നടന്നിട്ടുള്ള പാതകൾ, അതായത് ബുദ്ധിമുട്ടി അവർ എങ്ങനെയാണ് അവരുടെ കരിയറിലേക്ക് എത്തിച്ചേർന്നത് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ബേർഡൻഡ് ബൈ ദ വെയിറ്റ് ഓഫ് ദ സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് ദ പെയിൻ ഓഫ് എൻഫോഴ്സ്ഡ് ഐസൊലേഷൻ. അവർക്ക് അവരൊരു ആഫ്രിക്കൻ വുമൺ ആണ്, അതുകൊണ്ട് തന്നെ അവരെ ഒരുപാട് സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുകയും അവർ ഒരുപാട് സോഷ്യൽ ഇനീക്വാലിറ്റി, അതായത് അസമത്വം അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അതൊക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അവർ കരിയർ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് ചാപ്റ്റർ പറയുന്നത്. ദിസ് except from the memoir of South African writer Jessina Malofey for valuable insights on the power of perseverance and personal initiative. അതായത് അവരുടെ ഒരു മെമ്മോറിയാണ്, അതായത് അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് എന്തെന്ന് പറയുന്നത് ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത്. അവരുടെ സ്ഥിരമായിട്ടുള്ള ആ ഒരു പരിശ്രമം, അവരുടെ സ്വയം ആ ഒരു ഡെഡിക്കേഷൻ ഒക്കെ കാരണം അവരെ എത്തിച്ചേർന്നിട്ടുള്ള പൊസിഷൻ, ഓക്കെ, അതിലേക്ക് എങ്ങനെയൊക്കെയാണ് എത്തിച്ചേർന്നത്, അതിന് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് ടോയ്ലറ്റ്. Sometimes I wanted to give up and be a good girl who listened to her elders. Maybe I should have done something like teachers or nice as my mother wished. And then sometimes I wanted to give up and be a good girl who listened to her elders. അതായത് ചില സമയങ്ങളിലേക്ക് എനിക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ മുതിർന്നവര് പറയുന്ന മേ ബി ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ടീച്ചേഴ്സ് ഓർ ടീച്ചിങ് ഓർ നൈസിങ് ആസ് മൈ മദർ വിഷ്. എന്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്.
അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. പീപ്പിൾ തോട്ട് ദിസ് പ്രൊഫഷൻ were respectable, but I knew I wanted to do something different. I was not sure what. Okay, എന്താണ് പീപ്പിൾസ് എപ്പോഴും എന്താണ് വിചാരിക്കുന്നത്, ഈ ടീച്ചിങ് നഴ്സിംഗ് എന്നൊക്കെ പറയുന്ന പ്രൊഫഷൻസിനാണ് ആകെപ്പാടെ റെസ്പെക്ട് കിട്ടുന്നുള്ളൂ, ആദരവ് കിട്ടുന്ന പ്രൊഫഷൻ അത് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. ബട്ട് ഐ ന്യൂ ഐ wanted to do something. അതായത് എനിക്ക് അറിയായിരുന്നു എനിക്ക് വേറെ എന്തൊക്കെയോ ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സോ ഐ വാസ് നോട്ട് ഷുവർ വാട്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ടായിരുന്നു. My mother said that it had been a waste of money educating me because I did not know what to do with the knowledge I had got. Okay. My mother said that it had been a waste of money educating me. അതായത് എന്നെ പഠിപ്പിക്കുന്നത് ഒരു വേസ്റ്റ് ആണെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. കാരണം എന്താണ്, ഐ did not know what to do with the knowledge I had got. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരാൾക്ക് ഉണ്ടായിരുന്നില്ല. I had come to jobs days after writing my matrix exam and then stayed on hoping to find something to do. എന്താണ്, ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. എന്താണ് എന്റെ ഫൈനൽ ജോഹാനസ്ബർഗ് എന്ന് പറയുന്നത് എന്താണ് ഒരു ടൗൺ ആണ്, അവിടെയുള്ള ഒരു ടൗണിലാണ് ജോഹാനസ്ബർഗ് ഉണ്ടായത്. ആൻഡ് ദെൻ സ്റ്റേഡ് ഓൺ ഹോപ്പിംഗ് ടു ഫൈൻഡ് സംതിങ് ടു ഡു. എന്താണ്, ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ, അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ അവർക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്നാണല്ലോ ആഗ്രഹം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു കാരണം കൊണ്ട് അവർ ജോഹാനസ്ബർഗിലേക്ക് പോവുകയാണ് ചെയ്തത്. ഓക്കെ. My elder sister worked in Orange Grove as a domestic worker, and I stayed with her in her bathroom. എന്താണ് പറയുന്നത്, my elder sister worked in Orange Grove. ഓറഞ്ച് ഗ്രൂവ് എന്ന് പറയുന്നത് ജോഹാനസ്ബർഗിലുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിനാണ് ഓറഞ്ച് ഗ്രൂവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവരുടെ സിസ്റ്റർ അവിടെ ഒരു ഡൊമസ്റ്റിക് വർക്കർ ആയിട്ടായിരുന്നു ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. ഡൊമസ്റ്റിക് വർക്കർ എന്ന് പറഞ്ഞാൽ വീട്ടു ജോലിക്കാരിയായിട്ട്. ആൻഡ് ഐ സ്റ്റേഡ് വിത്ത് ഹർ, ഞാനും അവളുടെ കൂടെ താമസിച്ചു. ഇൻ ഹർ ബാക്ക്റൂം. ബാക്ക്റൂം എന്ന് പറഞ്ഞാൽ വീട്ടു ജോലിക്കാർക്കൊക്കെ വീട്ടില് വീടുകളിൽ ബാക്കിലൊക്കെ ഒരു ചെറിയ റൂം ഉണ്ടാവും അല്ലെ, അടുക്കള ഭാഗത്തായിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ റൂം, അതിനെയാണ് ബാക്ക് റൂം എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഐ ഡിഡ്ന്റ് നോ എനിബഡി ഇൻ ജോഹാനസ്ബർഗ് എക്സെപ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ഹൂം വി വെന്റ് ടു ചർച്ച് വിത്ത്. എന്താണ്, എനിക്ക് ജോഹാനസ്ബർഗിലെ ഒരാളെയും പരിചയമുണ്ടായിരുന്നില്ല, ഒരാളെയും എനിക്ക് അറിയണ്ടായിരുന്നില്ല എക്സെപ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ്. എന്റെ സിസ്റ്ററിന്റെ കുറച്ച് ഫ്രണ്ട്സിനെ അറിയായിരുന്നു. അവരെ തന്നെ എങ്ങനെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്, അവരുടെ കൂടെ ചർച്ചിൽ പോയിട്ടുള്ള അങ്ങനെയുള്ള പരിചയമാണ്. ഐ വാസ് വെരി ബോട്ട് ആൻഡ് ലോൺലി. എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലും ഭയങ്കര ബോറിംഗ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യാണ്ടായിരുന്നു. On weekdays, I was locked in my sister's room so that the madam wouldn't see me. Okay. എന്താണ് വീക്കെൻഡ് ആയിട്ടുള്ള ഡേയ്സ്, ആ ദിവസങ്ങളിൽ ഞാൻ പൊതുവെ എന്താ ചെയ്യാറുള്ളത്, സിസ്റ്ററിന്റെ റൂമിൽ വാതിലടച്ചിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ അവരുടെ മാഡത്തിന്, അതായത് ആ വീട്ടിലെ ഉടമസ്ഥയ്ക്ക് എന്നെ കാണാൻ പാടില്ല. കാരണം അവർക്കറിയില്ല ഇവര് ഇവിടെ താമസിക്കുന്ന കാര്യം. ജസ്റ്റിലെ അവിടെ താമസിക്കുന്ന കാര്യം ആർക്കറിയില്ല, ആ വീട്ടിലുള്ള ഓണറിന് അറിയില്ല. അവരറിയാതെയാണ് അവരുടെ ചേച്ചിയുടെ കൂടെ അവിടെ താമസിക്കുന്നത്. ഞാൻ കാരണം കണ്ടു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമാവും. കാരണം അവര് വെള്ളക്കാരാണ്, അവരുടെ വീട്ടില് ജോലിക്കാരാണ് അവരെന്ന് പറയുന്നത്. ഇവളുടെ ചേച്ചി എന്ന് പറയുന്നത്, ചേച്ചിയുടെ കൂടെ താമസിക്കുന്നത് അവർ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ടും ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള മർദ്ദനങ്ങളൊക്കെ ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഷി വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദ ടൈം. കൂടുതൽ സമയം അവരുടെ മാഡം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെയാണ്. with her friends or lying in the sun by the pool. എന്താണ്, അവരുടെ മാഡം മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാവും. എങ്ങനെ പെയിന്റിങ് ഹർ നൈൽസ്, അതായത് ഒന്നെങ്കിൽ നെയില് പെയിന്റ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ അങ്ങനെ, അല്ലെങ്കിൽ ടീ വിത്ത് ഹർ ഫ്രണ്ട്സ്. ഓക്കെ. അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചായട്ടോ അല്ലെങ്കിൽ ലേയിങ് ബൈ ദ പൂൾ, പൂളിന്റെ അടുത്ത് സൂര്യപ്രകാശം ഏറ്റുകൊണ്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ മേഡം കൂടുതൽ സമയം എന്തുണ്ടാകും, വീട്ടിൽ തന്നെ ഉണ്ടാവും. ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം വിച്ച് ഇസ് വൈ ഐ ഹാഡ് ടു കീപ് വെരി ക്വൈറ്റ്. എന്താണ്, സ്വിമ്മിംഗ് പൂൾ, അതായത് ആ ഒരു മേഡം ഇരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഇവരുടെ റൂമിന്റെ അടുത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ശബ്ദം കുറച്ചിരിക്കേണ്ട അവസ്ഥയാണ്. മൈ സിസ്റ്റർ ഫെൽറ്റ് ബാഡ്. എന്താണ്, എന്റെ സിസ്റ്ററിന് എന്നെ അവിടെ ലോക്ക് ചെയ്തിടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവർക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ വഴി എന്നാണ് അർത്ഥം. ഓക്കെ. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയില്ല, നമ്മൾ പകരക്കാരെന്നൊക്കെ പറയില്ല. അപ്പൊ എന്നെ അവിടെ അടച്ചിടല്ലാതെ ചേച്ചി വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
I couldn't even play the radio, so she brought me books, old magazines, and newspapers from the white people. എന്താണ് I couldn't even play the radio. എനിക്ക് റേഡിയോ പ്ലേ ചെയ്യാനും കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണ്, ഞാൻ റേഡിയോ പ്ലേ ചെയ്താൽ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മേഡ അറിയും ഇങ്ങനെ ഒരാളാണ് ഇവിടെ താമസിക്കുന്നത്. സോ ഷീ ബ്രോഡ് മീ ബുക്സ്, ഓൾഡ് മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദി വൈറ്റ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തു, അവളുടെ ചേച്ചി അവൾക്ക് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. എന്താണ് പുസ്തകങ്ങളും ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ. I just read every single thing I came. But I was reading too much. എന്താണ് ഞാൻ അവിടെ റൂമിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു. മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ വായിക്കും. അപ്പോൾ അവളുടെ സിസ്റ്റർ എന്താണ് ചിന്തിച്ച് വെച്ചിട്ടുള്ളത്, ഞാൻ ഒരുപാട് വായിക്കുന്നുണ്ടെന്ന് സിസ്റ്ററും ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. I got a temporary job in a clothing factory in town, which made clothes for days. എന്താണ് അതിനുശേഷം അധികം വൈകാതെ തന്നെ എനിക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ജോലി കിട്ടുന്നുണ്ട്. ഒരു ലേഡീസ് പൊട്ടിക്കൽ, അവരുടെ ലേഡീസിനൊക്കെ തുണികൾ തയ്ച്ചു കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഫാക്ടറിയിൽ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. I looked forward to meeting new people and like the idea of being out of the room for a change. എന്താണ് I looked forward to meeting new people. ഞാൻ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നടന്നിട്ടുണ്ടായിരുന്നു. And I liked the idea of being out of the room for a change. ആ റൂമിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ റൂമിൽ പുറത്തിറങ്ങാനും എനിക്കിഷ്ടമായിരുന്നു. The factory knocked off at 4:30, and then I went to the sister. The factory knocked off എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, knocked off എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കും. നാലര ആകുമ്പോൾ ഫാക്ടറിയിൽ വർക്ക് അവസാനിപ്പിക്കും. ആൻഡ് ദെൻ ഐ വെന്റ് അതിനുശേഷം എന്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്ന പാർക്കിന്റെ അടുത്തേക്ക് പോയിരിക്കും. I waited there till 6:30. 6 മിനിറ്റ് കൂടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. When I could sneak in the house again without the world seeing me. കാരണം അവര് വൈറ്റ് പീപ്പിൾ കാണാതെ വേണം അവർക്ക് അവരുടെ വീടിനുള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒളിച്ചും പറയുന്നത്. ഓക്കെ, I had to leave the house before in the morning as well. അതേപോലെ തന്നെ 5:30 വീട്ടിൽ പുറത്തിറങ്ങി I had before I could catch the subway. Or sometimes I would go to a public toilet near the park. അവളെന്ത് ചെയ്യും, അവിടെ ആ പാർക്കിന്റെ അടുത്തുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകും. ആ സമയത്ത് ആ 2 മണിക്കൂർ സമയത്ത് അവൾ എന്ത് ചെയ്യും, അവിടെ ആ പാർക്കിന്റെ അടുത്തുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകും. ഫോർ സം റീസൺ ഇറ്റ് വാസ് നെവർ ലോക്ക്ഡ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് ലോക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല. So I would go in and sit on the toilet seat to read the magazines or other until the right time to catch bus. ബസ് വരുന്നത് വരെ അവൾ എന്ത് ചെയ്യും, ഒരു ടോയ്ലറ്റിന്റെ സീറ്റിലിരുന്നിട്ട് മാഗസിൻസ് വായിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, the first time I went into this toilet, I was on my way to the bus stop. എന്താണ് the first time I went ഫസ്റ്റ് സമയം ഈ ടോയ്ലറ്റിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I was on the way to the bus stop. ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയായിരുന്നു. Usually I went straight to the bus stop outside the OK Bazaar, where it was well lit and I could see എന്താണ്
അവള് ആദ്യം സാധാരണയായിട്ട് ചെയ്യാറുണ്ടായിരുന്നത് എന്തായിരുന്നു? നേരെ വരും, ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ബസാറിലുള്ള ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടെ ഇരിക്കാറായിരുന്നു പതിവ്. ഐ വുഡ് വെയിറ്റ് ദെയർ റീഡിങ് ഓർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഗ്രൗണ്ട് നമ്പർ ഓഫ് കാർസ് ആൻഡ് ബസസ് ഓൺ ദെയർ വേ ടു ടൗൺ. എന്താണ്, അവള് അവിടെ ഇരുന്നിട്ട് ഒന്നെങ്കിൽ വായിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടൗണിലേക്ക് പോകുന്ന റോഡില് കാറിന്റെയും ബസിന്റെ ഒക്കെ എണ്ണം കൂടുന്നത് അവള് നോക്കിയിരിക്കാറുണ്ടായിരുന്നു. ഓൺ ദാറ്റ് ഡേ it was raining quite hard, so I thought I would shelter in the toilet until the rain passed. എന്താണ്, നല്ല തണുപ്പ് കാലാവസ്ഥയായിരുന്നു. അപ്പൊ നന്നായിട്ട് മഞ്ഞുമഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവള് ചിന്തിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തിരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് നന്നായിട്ട് ആ ഒരു റെയിന് അവളെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടോയ്ലറ്റിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് അവളെന്താവൂല, അവൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഐ നോക്ക് ഫസ്റ്റ് ടു സീ ഇഫ് ദർ വാസ് എനി വൺ ഇൻസൈഡ്. ഓക്കെ, ഞാൻ അത് എന്ത് ചെയ്തു, ആ ഒരു ടോയ്ലറ്റിന്റെ ഡോറിൽ ഇങ്ങനെ തട്ടി നോക്കി, അതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അപ്പൊ അവിടുന്ന് ശബ്ദവും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ആസ് ദർ വാസ് നോ റിപ്ലൈ, അവിടെ റീപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ പുഷ് ദ ഡോർ ഓപ്പൺ ആൻഡ് വെൻ ഇറ്റ്. ഞാൻ എന്ത് ചെയ്തു, അവിടെ അതിനുള്ളിൽ ആരും ഇല്ല എന്നൊക്കെ വരുത്തിയിട്ട് ആ ഒരു ഡോർ തുറന്നത് അതിന്റെ ഉള്ളിലേക്ക് കയറി. ഇറ്റ് ഡിഡ് നോട്ട് ഇറ്റ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിന്റഡ് ഫോർ ഫ്യൂ ഇയേഴ്സ്. ഓക്കെ, അത് നോക്കി കഴിഞ്ഞാല് എന്താണ്, നോക്കി കഴിഞ്ഞാൽ അത് കുറെ കാലങ്ങൾക്ക് ശേഷം പെയിന്റ് അടിച്ചിട്ടില്ലെന്ന് തോന്നില്ല. ഐ ക്ലോസ്ഡ് ലിഡ് ഓഫ് ദി the closed lid of the toilet was going to be my seat for many morning after that. Okay, ആ ഒരു ടോയ്ലറ്റിന്റെ ക്ലോസ്ഡ് ലിഡ്, അതായത് അടപ്പാണ് പിന്നീട് കുറെ കാലങ്ങൾക്ക് സീറ്റ് എന്നാണ് പറയുന്നത്, ഇരിപ്പിടം എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ വാസ് വെരി ലക്കി ടു ഹാവ് ഫൗണ്ട് ദ ടോയ്ലറ്റ് ബിക്കോസ് ദ വിന്റർ വാസ് വെരി കോൾഡ്. എന്താണ്, ഐ വാസ് വെരി ലക്കി ടു ഹാവ് ഫൗണ്ട് ദ ടോയ്ലറ്റ് ബിക്കോസ് ദ വിന്റർ വാസ് വെരി കോൾഡ്. ഓക്കെ, ഞാൻ ആ ഒരു ടോയ്ലറ്റ് കണ്ടുപിടിച്ചതിൽ ഞാൻ വളരെ ലക്കിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിന്റർ സീസൺ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയാണ്. Not that it was any warmer in there, but once I had closed the door, it used to be a little less windy. എന്താണ്, അതിനകത്ത് ഭയങ്കര ചൂടൊന്നുമില്ല, ടോയ്ലറ്റിന്റെ അകത്ത് വലിയ ചൂടൊന്നുമില്ല. പക്ഷെ അതിന്റെ ഡോറ് ഞാൻ ഒരിക്കൽ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് കാറ്റ് കടക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്രയും തണുപ്പിന്റെ ആ ഒരു ശക്തി അവൾക്ക് കിട്ടുന്നത് കുറയും. ഓൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ. മാത്രമല്ല ടോയ്ലറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. വാൾസ് വർ വണ്ടർഫുള്ളി ക്ലോസ് ടു മീ. അതായത് ആ ഒരു ടോയ്ലറ്റ് വളരെ ചെറുതാണ്. അപ്പം തന്നെ അതിന്റെ വാൾസ് എന്ന് പറയുന്നത് എന്റെ അടുത്തേക്ക് ചേർന്നിരിക്കാൻ തോന്നില്ല. അതായത് അവൾക്ക് മാത്രം ഇരിക്കാൻ പാകത്തിനുള്ള ഒരു സ്പേസ് ആണ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മെയ്ഡ് ടു ഫിറ്റ് മീ അലോൺ. എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടോയ്ലറ്റ് പോലെ, ഒരു റൂം പോലെ അവൾക്കത് തിരയാറുണ്ടായിരുന്നു. ഐ എൻജോയ്ഡ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൈവസി. ആ ഒരു തരത്തിലുള്ള സ്വകാര്യത അത് അവൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഐ ഡിഡ് ലോട്ട് ഓഫ് തിങ്കിങ് വൈൽ ഐ സാറ്റ് ഓൺ ദി ടോയ്ലറ്റ് സീറ്റ്. ഐ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്കിങ് വൈൽ ഐ സാറ്റ് ഓൺ ദി ടോയ്ലറ്റ് സീറ്റ്. ഞാൻ എന്ത് ആ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നിട്ട് ഒരുപാട് ചിന്തിക്കാറുണ്ടായിരുന്നു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഡേ ഡ്രീമിങ് ടു. ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരുപാട് പകൽ സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. മെനി ടൈംസ് ഇമാജിൻ, എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നത്? മെനി ടൈംസ് ഇമാജിനിങ് മൈസെൽഫ് ഇസ് സം ബിഗ് ഹാൾ ഡൂയിങ് എ റിയലി പോപ്പുലർ പ്ലേ വിത്ത് അതർ യങ് ആക്ടേഴ്സ്. അവളെന്താ ചെയ്യുന്നത്, രാവിലെ അവൾ അവിടെ ഇരുന്നിട്ട് ഒരുപാട് ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ചിന്തയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്, അവള് ഒരു വലിയൊരു ഹാളിൽ ഒരുപാട് യങ് ആക്ടേഴ്സിന്റെ കൂടെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നാടകം അഭിനയിക്കുന്നതായിട്ട് അവള് അവിടെ ഇരുന്ന് സ്വപ്നം കാണാറുണ്ടായിരുന്നു. ഐ വുഡ് സിറ്റ് ദർ ഡ്രീമിങ്. അവൾ എന്ത് ചെയ്യും, അവിടെ ഇരുന്നത് സ്വപ്നങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് മൈസെൽഫ് വൈ ഐ ഹാഡ് നോട്ട് റിട്ടൺ എനിത്തിങ് സിൻസ് ഐ ലെഫ്റ്റ് ദ സ്കൂൾ. അവളെന്താ അവള് അവളോട് തന്നെ എന്താണ് ചോദിക്കാൻ തുടങ്ങിയത്? ഐ ഹാഡ് നോട്ട് റിട്ടൺ എനിത്തിങ് സിൻസ് ഐ ലെഫ്റ്റ് ദ സ്കൂൾ. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തുകൊണ്ട് ഒന്നും എഴുതുന്നില്ല എന്ന് സ്വയം അവൾ ചോദിക്കാൻ തുടങ്ങി. At school, I had written some poems or stories in the school. Okay, അവൾ എന്താ ചെയ്തിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് സ്കൂളിലായിരുന്ന സമയത്ത് അവള് ചെറിയ ചെറിയ സ്കൂൾ മാഗസിൻസിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കവിതകളും കഥകളൊക്കെ എഴുതാറുണ്ടായിരുന്നു. ആൻഡ് അതർ മാഗസിൻസ് ആൻഡ് ഓൾസോ ഫോർ സ്കൂൾ കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് മാഗസിൻസിലേക്ക് വേണ്ടിയിട്ടും സ്കൂളിന്റെ മാഗസിൻസിലേക്ക് വേണ്ടിയിട്ടൊക്കെ അവൾ സ്കൂളിലായിരുന്ന സമയത്ത് ചെറിയ 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 കഥകളും കവിതകളും ഒക്കെ എഴുതാറുണ്ടായിരുന്നു. പക്ഷെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം അവൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എഴുതി നോക്കിയിട്ടില്ല. അവർ ഇംഗ്ലീഷ് ടീച്ചർ ഓൾവേസ് സോ എൻകറേജിങ്. അവളുടെ ഇംഗ്ലീഷ് ടീച്ചർ വളരെ എൻകറേജിങ് ആയിരുന്നു. അതായത് അവൾക്ക് എപ്പോഴും പ്രോത്സാഹനം കൊടുക്കുന്ന ഒരാളായിരുന്നു. ഐ റിമെമ്പർ ദ ഡേ ഐ ഷോഡ് ഹിം മൈ ഫസ്റ്റ് പോം. ഓക്കെ, അവള് എപ്പോഴും ഓർക്കുന്നുണ്ട്. അവള്
അവളുടെ ആദ്യമായിട്ട് അവൾ എഴുതിയ പോയം ആ ഇംഗ്ലീഷ് ടീച്ചറിനെ കാണിച്ചത് അവൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഐ വാസ് സോ എക്സൈറ്റഡ് ഐ കുഡ്ന്റ് കോൺസെൻട്രേറ്റ് ഇൻ ദ ക്ലാസ് ഫോർ ദ ഹോൾ ഡേ. ഓക്കെ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ അവൾക്ക് ആ ഒരു ദിവസം മുഴുവൻ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു വർക്ക് അവളുടെ ടീച്ചറിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് പബ്ലിഷിംഗ് ദെൻ ആൻഡ് ഐ ഡിഡ്ന്റ് ആസ്ക് മൈസെൽഫ് മൈ സ്റ്റോറി വെർ ഗുഡ് എനഫ്. എന്താണ്, ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് പബ്ലിഷിംഗ് ദെൻ. പക്ഷെ എനിക്ക് ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുള്ള കഥകളും സ്റ്റോറീസും പോയംസ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അന്ന് അറിയണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഡിഡ്ന്റ് ആസ്ക് മൈ സെൽഫ് ഇഫ് മൈ സ്റ്റോറീസ് വർ ഗുഡ് എനഫ്. ഓക്കെ, ഞാൻ ഇതുവരെ എന്നോട് പോലും ചോദിച്ചിട്ടില്ല എന്റെ സ്റ്റോറീസും എന്റെ കഥകളും കഥകളും ഒക്കെ നല്ലതാണോ എന്ന് എന്നോട് ചോദിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നോട് തന്നെ ചോദിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് എൻജോയ്ഡ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഐ ഹാഡ് ദ ടൈം. ഓക്കെ, എനിക്ക് സമയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എഴുതുക എന്നുള്ളത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. സോ വൺ ഫ്രൈഡേ ഫ്രൈഡേ ആഫ്റ്റർ ഐ ഹാഡ് സ്റ്റാർട്ടഡ് ബീയിങ് ദ ടോയ്ലറ്റ്സ് ബെസ്റ്റ് കസ്റ്റമർ. ഓക്കെ, അതിനുശേഷം ഒരു ഫ്രൈഡേ, ഒരു വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ചക്ക് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടോയ്ലറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമർ ആയിട്ടുണ്ടായിരുന്നു. അതായത് എപ്പോഴും അവിടെ ചെന്നിരിക്കുന്ന ആളായിരുന്നു. ഐ ബോട്ട് myself a notebook in which I was hoping to write something. I bought myself a notebook. അവൾ എന്ത് ചെയ്തു, ഒരു നോട്ട്ബുക്ക് വാങ്ങി. in which I was hoping to write something. എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. I didn't use I didn't use it for quite a while until one evening. എന്ത് ചെയ്തു, അവൾ എന്ത് ചെയ്തു, I didn't use it for quite a while until one evening. Okay, ഒരു വൈകുന്നേരം വരെ ഞാൻ അത് ചെയ്തില്ല, അത് യൂസ് ചെയ്തില്ല. My sister had taken the usual Thursday afternoon off and she had been delayed somewhat. എന്താണ്, my sister had taken her usual Thursday afternoon off. ഓക്കെ, അവൾക്ക് വ്യാഴാഴ്ച ദിവസങ്ങൾ, അവളുടെ സിസ്റ്ററിന് വ്യാഴാഴ്ച ദിവസങ്ങൾ വൈകുന്നേരങ്ങളിൽ ഓഫ് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തിട്ട് ഷി ഹാഡ് ബീൻ ഡിലേഡ് സംവെയർ, എവിടെയോ പോയിട്ട് കുറച്ച് സമയം ഡിലേ ആയി, തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ടായിരുന്നു. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക് then waited in the park for the right time to go back into the yard. Okay, അവളുടെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4:30 ആകുമ്പോൾ അവളുടെ ജോലി കഴിയും, 6:30 വരെ അവൾ പാർക്കിൽ ഇരിക്കാറാണ്, അവളുടെ ചേച്ചി വെയിറ്റ് ചെയ്തിരിക്കാറാണ് പറഞ്ഞു. പക്ഷെ അന്നത്തെ ദിവസം അവളുടെ ചേച്ചി എന്ത് ചെയ്തു, എങ്ങോട്ടോ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വൈകി. ഇവൾ എന്ത് ചെയ്തു, അവളുടെ ചേച്ചീനെ കാത്തിട്ട് 6:30 വരെ അവിടെ ഇരിക്കുകയും ചെയ്തു, പാർക്കിൽ ഇരിക്കുകയും ചെയ്തു. The white people always had their supper at 6:30 and that was the time I used to steal my way in without disturbing them or being seen. എന്താണ്, white peoples always had their supper at 6:30. ഓക്കെ, white peopleസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു 6:30 ആകുന്ന സമയത്ത് അവർ ഡിന്നർ കഴിക്കും. then that was the time I used to steal my way in. എന്താണ്, ആ സമയം, അതായത് അവർ ഡിന്നർ കഴിക്കുന്ന ആ ഒരു സമയത്താണ് ആര് അകത്തേക്ക് കയറുന്നത്, സ്റ്റീൽ മൈ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒളിച്ചും പാത്തും അതിനകത്തേക്ക് കയറുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, വിതൗട്ട് ഡിസ്റ്റർബിങ് ദം ഓർ ബീയിങ് സീൻ, അവർ കാണുന്നതിന് മുൻപ്, അവരല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു 6:30 സമയത്താണ് ഇവൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു വീടിനകത്തേക്ക് കയറുന്നത്. My coming and going had to be secret because they still didn't know I stayed there. Okay, അവള് വരുന്നതും പോകുന്നതും ഇപ്പോഴും സീക്രട്ട് ആക്കണം, കാരണം അവർക്ക് ഇപ്പോഴും അറിയില്ല അങ്ങനെ ഒരാൾ അതിനകത്ത് താമസിക്കുന്നുണ്ടെന്നുള്ളത്. I realized that she hadn't come back and decided to sit down in front of her room where I thought I wouldn't be noticed. Okay, ഇവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് 6:30 അവളുടെ ചേച്ചിയെ കാണുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവൾ എന്ത് ചെയ്തു, അവളുടെ ചേച്ചിയുടെ റൂമിന്റെ മുന്നിലിരിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം അവിടെ ആവുമ്പോൾ എന്നെ ആരും നോട്ടീസ് ചെയ്യില്ല എന്നുള്ള തീരുമാനിച്ചു. ഐ വാസ് റീഡിങ് എ കോപ്പി ഓഫ് ഡ്രം മാഗസിൻ ഹോപ്പിംഗ് ദാറ്റ് ഷീ വുഡ് കം ബാക്ക് സൂൺ. ഓക്കെ, അവൾ ഇവരെന്ത് ചെയ്തു, ഒരു ഡ്രം മാഗസിൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ കോപ്പി ഉണ്ടായിരുന്നു, ആരുടെ കയ്യിലുണ്ടായിരുന്നു. ആ മാഗസിന്റെ കോപ്പി അങ്ങനെ വായിച്ചിരുന്നു. എന്ത് കോപ്പി ചെയ്തിട്ട്, എന്ത് ചിന്തിച്ചിട്ട്, ഷീ വുഡ് കം ബാക്ക് സൂൺ. ഓക്കെ, അവളുടെ ചേച്ചി ഇപ്പൊ വരും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പുസ്തകം വായിച്ചിരുന്നു. ബിഫോർ ദ ഡോഗ് സ്നിഫഡ് ബിഫോർ ദ ഡോഗ് സ്നിഫഡ് മീ ഔട്ട്. ഓക്കെ, സ്നിഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണത്ത് കണ്ടുപിടിക്കാന്നാണ് സ്നിഫ് ചെയ്യാൻ അർത്ഥം. ഓക്കെ, ആ ഒരു പട്ടികള് അവളെ മണത്ത് കണ്ടുപിടിക്കുന്നത് വരെ അവളവിടെ മാഗസിനെ വായിച്ചിരുന്നു. ഐ വാസ് ട്രൈങ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ റീഡിങ് when I heard two dogs playing chasing each other nearer and nearer to where I was sitting. എന്താണ്, I was trying to hard to concentrate on my reading. അവളുടെ വായനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് when I heard two dogs playing chasing each other nearer and nearer to where I was sitting. അവളിരിക്കുന്ന രണ്ട് പട്ടികൾ കളിക്കുന്നതും അവര് പരസ്പരം
അടുത്തേക്ക് ഇങ്ങനെ വരുന്നതും അവൾ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവളുടെ വായനയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ there were and then there they were in front of me looking as surprised as I was. And then there they were in front of me looking as surprised as I was. അവള് എത്രത്തോളം സർപ്രൈസ്ഡ് ആയിട്ടുണ്ടോ അത്രത്തോളം സർപ്രൈസ്ഡ് ആയിട്ട് ആ പട്ടികളും അവളെ തന്നെ നോക്കാം. ഫോർ എ ബ്രീഫ് മൊമെന്റ് വി സ്റ്റാർഡ് അറ്റ് ഈച്ച് അതർ. കുറച്ച് സമയത്തേക്ക്, ബ്രീഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ഒരു സമയത്തേക്ക് ഞങ്ങൾ പരസ്പരം നോക്കിക്കൊണ്ടേയിരുന്നു. ദെൻ വി സ്റ്റാർട്ടഡ് ടു ബാർക്ക് അറ്റ് മീ. അതിനുശേഷം അവർ ഭയങ്കരമായിട്ട് കൊരക്കാനായിട്ട് തുടങ്ങി. പട്ടികൾ കൊരക്കുന്നതിനാണ് ബാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഐ വാസ് ഷുവർ ദേ വുഡ് tear me to pieces if I moved just one finger. ഞാൻ ജസ്റ്റ് ഒരു വിരലെങ്കിലും അനക്കി കഴിഞ്ഞാൽ അവരെന്നെ കടിച്ചു കയറും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. സോ ഐ സാറ്റ് വെരി സ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അനങ്ങാതെ ഇരുന്നു. ട്രൈ നോട്ട് ടു ലുക്ക് അറ്റ് ദം. ഞാൻ അവരിലേക്ക് നോക്കാതെ അനങ്ങാതിരിക്കാനായിട്ട് ശ്രമിച്ചു. വൈൽ മൈ ഹാർട്ട് പൗണ്ടഡ് ആൻഡ് മൈ മൗത്ത് വെന്റ് ഡ്രൈ ആസ് പേപ്പർ. ആ സമയത്ത് തന്നെ അവൾക്ക് പേടിച്ചിട്ട് ഹൃദയം വല്ലാതെ മേടിക്കുന്നുണ്ടായിരുന്നു. ഹിറ്റായിട്ട് ബീറ്റ് ചെയ്യുന്നതിനാണ് പൗണ്ടഡ് എന്ന് പറയുന്നത്. ആൻഡ് മൈ മൗത്ത് വെന്റ് ഡ്രൈ ആസ് പേപ്പർ. പേപ്പർ പോലെ എന്റെ വായ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വരണ്ടുണങ്ങിയിട്ടുണ്ടായിരുന്നു പേടിച്ചിട്ട്. Then the madam's high-pitched voice rang out about the dogs barking. Okay. ആ പട്ടികൾ കുറക്കുന്നതിനെക്കാട്ടിലും സൗണ്ടില് എന്താ വെച്ചു അവളുടെ വീട്ടിലെ മാഡം, ആ ഒരു മാഡത്തിന്റെ ശബ്ദം അവളുടെ ഉയർന്നു കേട്ടു. എന്താണ്, എങ്ങനെയാണ് വിളിച്ചത്? ഐറീൻ, ദാറ്റ് മൈ സിസ്റ്റർ ഇംഗ്ലീഷ് നെയിം. ഐറീൻ എന്ന് വിളിച്ചത് ആരാണ്? ആ മാഡാണ്. ആ ഒരു പട്ടികൾ പറയുന്നതിനെക്കാട്ടിലും സൗണ്ടില് അവളെ വിളിക്കാണ്. അത് ഐറീൻ എന്ന് പറയുന്നത് ആരാണ്? അവരുടെ സിസ്റ്ററിന്റെ ഇംഗ്ലീഷ് നെയിമാണ് ഐറീൻ എന്ന് പറയുന്നത്. വിച്ച് വി നെവർ യൂസ്. അവരത് എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇംഗ്ലീഷ് വുമൻസ് ഐറൺ എന്ന് തന്നെ എടുത്ത് വിളിക്കാനാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ഒരു ഡൊമിനിറ്റി അവർ കാണിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ. ഓക്കെ. ഐ കുഡൻ മൂവ് ഓർ ആൻസർ ദ കോൾ. അവൾ എന്ത് ചെയ്തില്ല, അനങ്ങിയതുമില്ല. ആ ഒരു ചോദ്യത്തിന് ആൻസർ പറഞ്ഞില്ല. കാരണം ഒരു വേള അനക്കിയാൽ പോലും ആ പട്ടികൾ കടിച്ചു കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തില്ല, അതിന് വിളി കേട്ടില്ല, അവിടുന്ന് അനങ്ങില്ല. The dog were standing right in front of me. Their teeth, their teeth were threateningly long. And the dog were standing right in front of me. ആ ഡോഗ്സ് രണ്ടാളും അവളുടെ മുന്നിൽ ഇങ്ങനെ അവളെ നോക്കി നിൽക്കുകയാണ്. Their teeth so threatening long. അവരുടെ ടീത്ത്, അവർ പട്ടികളുടെ പല്ല് എന്ന് പറയുന്നത് threatening long എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന രീതിയിൽ വലുതായിരുന്നു. When there was no reply, she came to see what was going on. Okay, പട്ടികൾ ഇങ്ങനെ നിർത്താതെ പൊരക്കാണ്. ഐറൻ എന്ന് വിളിച്ചിട്ട് ആരും വിളി കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മാഡം എന്ത് ചെയ്തു, അങ്ങോട്ട് വന്ന് നോക്കി എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടിട്ട്. ഓ, ഇറ്റ്സ് യു, ഹലോ. അത് നീ ആയിരുന്നു, ഹലോ. അവളെ വെൽക്കം ചെയ്യണം എന്താന്ന് പറയുന്നത്. ദെൻ ദ ഡോഗ് സ്റ്റോപ്പ് ബാക്കിംഗ്. അപ്പൊ യജമാനത്തി വന്നിട്ട് ഇവളോട് പരിചയഭാവത്തിൽ സംസാരിച്ചപ്പോൾ പട്ടികൾക്ക് മനസ്സിലായി എന്താണ്, ഇവർക്ക് അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവര് കുറക്കൽ നിർത്തി. ബട്ട് ദേ ഹാഡൻ മൂവ്. പക്ഷെ എന്ത് ചെയ്തില്ല, കുറക്കൽ നിർത്തിയാലും അവർ അവിടെ നീങ്ങിയതേ ഇല്ല. ദേ വർ സ്റ്റിൽ ഗ്രോയിങ്. അതായത് ഇപ്പോഴും അവരെന്നെ തന്നെ തുറിച്ചു നോക്കാൻ നിൽക്കുകയാണ്. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ, ഐ പ്ലീഡഡ്, നോട്ട് മൂവിങ് മൈ ഐസ്. ഓക്കെ. അവരിൽ നിന്ന് കണ്ണു മാറ്റാതെ അവരോട് യാചിക്കാണ്. എന്താ പറയുന്നത്? പ്ലീസ് മാഡം, ദ ഡോഗ് വിൽ ബൈറ്റ് മീ. മാഡം എന്നെ രക്ഷിക്കണം, എന്താണ്, പട്ടികൾ എന്നെ കടിക്കുമെന്ന് അവര് പറയാണ്. അപ്പൊ അവരെന്താ പറയുന്നത്? നോ, ദേ വോണ്ട് ബൈറ്റ് യു. വെൻ ഡിഡ് യു കം ഇൻ? വി ഡിഡ്ന്റ് സീ യു. ഓക്കെ. അവര് മറുപടി പറയാണ്, ഇല്ല, അവര് നിന്നെ ഒന്നും ശരിയില്ല, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്ന് അവര് പറയാണ്. അവർക്കറിയില്ല അവൾ ഇവിടെയാണ് സ്ഥിരമായിട്ട് താമസിക്കാറുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിന്നെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് ഇവര് പറയണം. അപ്പൊ അതിൽ നിന്ന് അവസരോചിതമായിട്ട് മറുപടി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഐ ഹാവ് ബീൻ ഹിയർ ഫോർ സം ടൈംസ്. ഞാൻ കുറച്ച് സമയമായി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. മൈ സിസ്റ്റർ ഇസ് ഇൻ ദെയർ. എന്റെ സിസ്റ്റർ ഇവിടെ കാണാൻ. ഐ എം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹർ. ഞാൻ അവളോട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന്, കാത്തിരിക്കുകയാണെന്ന് അവര് പറയണ്ടായി. ഓ, ഷീ ഈസ് നോട്ട് ഹിയർ. ഓ, ഓ, അവൾ ഇവിടെ ഇല്ലേ? ഐ ക്യാൻ ഗിവ് ഹെർ എ മെസ്സേജ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, അവൾക്കൊരു മെസ്സേജ് അയക്കാം. യു ഗോ ഓൺ ഹോം. നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചോളാം. ഐ വിൽ ടെൽ ഹർ ദാറ്റ് യു വാണ്ട് ടു സീ ഹർ. ഞാൻ പറഞ്ഞോളാം നിനക്ക് അവളെ കാണണം എന്നുള്ളത്, ഞാൻ അവളെ അറിയിച്ചോളാം എന്ന് മാഡം പറയാണ്. ഇവിടെ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞേക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അടുത്ത പാരഗ്രാഫ് എന്താ? Every morning I had to wake up straight away, roll my bed, and put all
under the sister was sleeping. എന്താണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉടനെ അവൾ ചെയ്യുന്നത് എന്താണ്, അവൾ കിടന്നിരുന്ന ബെഡിൽ കിടത്തിട്ട് ചുരുട്ടി മുറുക്കി അവളുടെ സിസ്റ്റർ കിടക്കുന്നതിന്റെ താഴേക്ക് എടുത്തു വെക്കുക എന്നുള്ളതാണ്. കാരണം എന്താ, ഐ വാസ് നോട്ട് സപ്പോസ് ടു പുട്ട് ഓൺ ദ ലൈറ്റ് ഓൾദോ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്. അവൾക്ക് ഭയങ്കര ഇരുട്ടാണെങ്കിൽ കൂടി ലൈറ്റ് ഇടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവള് ലൈറ്റ് ഇടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ പായ അവിടെ കിടക്കുന്നതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും ഞാൻ ഒരാളവിടെ താമസിക്കുന്നവരാണ്. അപ്പൊ അത് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവള് രാവിലെ എണീറ്റ് ഉടനെ തന്നെ ആദ്യം അവൾ കിടന്ന പായയും ഒക്കെ മടക്കി സിസ്റ്റർ കിടക്കുന്നതിന്റെ അടിയിലേക്ക് വെക്കും. അതുപോലെ തന്നെ ഇരുട്ടാണെങ്കിൽ കൂടി ലൈറ്റ് ഇടാതെ എന്താ ചെയ്യുന്നത്, ലൈറ്റ് എ ക്യാൻഡിൽ ആൻഡ് ടിപ്പ് ടോപ്പ് മൈ വേ ഔട്ട് വിത്ത് സോപ്പ് ഡിഷ് ആൻഡ് എ ടൂത്ത് ബ്രഷ്. എന്താണ്, ഭയങ്കര ഡാർക്ക് ആണെങ്കിൽ പോലും ജസ്റ്റ് ഒരു ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ച് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ടിപ്പ് ടോപ്പ് മൈ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കാതെ നടക്കാന്നാണ് അർത്ഥം. ഓക്കെ, അവളുടെ ടൂത്ത് ബ്രഷും സോപ്പൊക്കെ എടുത്തിട്ട് ശബ്ദം ഉണ്ടാക്കാതെ പുറത്തിറങ്ങാൻ ചെയ്യുന്നത്. ഐ ഹാഡ് ഡു എവറിത്തിങ് ആൻഡ് ബി ഓഫ് ദി പ്രിമൈസസ് ബൈ ഫസ്റ്റ് 5:30 with my shoes in my bag. എന്താ പറയുന്നത്, I had to do everything and be off the premises by 5:30 with my shoes in the bag. I only put them on one. I was safely out of the gate. എന്താണ് പറയുന്നത്, 5:30 ആവുമ്പോഴേക്കും എണീറ്റിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കും, എന്നിട്ടോ എന്നിട്ട് എന്റെ ബാഗൊക്കെ കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങും. അവളുടെ ഷൂ അവളുടെ കയ്യിലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഷൂ ഇട്ട് നടന്നു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും. അപ്പൊ അവൾ എന്ത് ചെയ്യും, ഷൂ കയ്യിൽ പിടിക്കും. എന്നിട്ട് അവള് എപ്പോഴാണ് ഗേറ്റ് സേഫ് ആയിട്ട് കടന്നു കഴിഞ്ഞത് അതിന് ശേഷമാണ് അവള് ഷൂ ധരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് അവർ കേൾക്കും. തിങ്കിങ് അബൌട്ട് ദിസ് all these things took my mind away from the biting cold of the night and my nose until I saw my sister walking towards me. എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ബൈറ്റിംഗ് കോൾഡ് എന്ന് പറഞ്ഞാൽ വളരെ തണുപ്പാണ് അവിടെ ഉള്ളത്, രാത്രി സമയമാണ്. അപ്പം മൈ വെറ്റ് നോസ് എന്നൊക്കെ പറയുന്നത് ആ തണുപ്പിന്റെ തീവ്രത കാണിക്കാനൊക്കെ അവിടെ ആ ഒരു തണുപ്പ് കൊണ്ട് അവിടെ തന്നെ പുറത്തങ്ങനെ ഇരുന്നു. അണ്ടിൽ ഐ സോ മൈ സിസ്റ്റർ വാക്കിംഗ് ടുവേർഡ്സ് മീ. അവളുടെ സിസ്റ്റർ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് വരെ കാണുന്നത് വരെ അവൾ എന്ത് ചെയ്തു, ആ ഒരു തണുപ്പ് സഹിച്ച് അവര് പുറത്തിരുന്നു. മോളോ വേർ ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദി സ്ട്രീറ്റ്. മോളോ എന്ന് പറയുന്നത് അവളുടെ അനിയത്തിനെ വിളിക്കുന്ന അനിയത്തിനെ അഭിസംബോധന ചെയ്തതാണ്. ഓക്കെ, വേർ വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദി സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിന്റെ പുറത്ത് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷീ ഗ്രീഡഡ് മീ. അവളോട് ചോദിക്കണ്ടേ. I quickly briefed her on what had happened. ഓക്കെ, ആ സംഭവിച്ച കാര്യങ്ങൾ, അതായത് അവൾ അവിടെ ഇരുന്നപ്പോൾ അവളുടെ പട്ടി വന്ന കുറച്ചതും മഴ കണ്ടതൊക്കെ എന്ത് ചെയ്തു, അവളുടെ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കാണ്. ചെറുതായിട്ട് വിശദീകരിച്ചിട്ടാണ്. ബ്രീഫ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വിശദീകരണം കൊടുക്കാണ്. Oh, what were you doing inside in the first place? You know you should have waited for me so we could walk in together. എന്താണ്, നിനക്കറിയില്ലേ എന്താണ്, നീ എന്തിനാ അതിനകത്തേക്ക് കയറിയത്, നീ എന്തിനാണ് വീടിനുള്ളിൽ കയറിയത്, ഞാൻ വരുന്നത് വരെ നിനക്ക് വെയിറ്റ് ചെയ്ത് തരുമായിരുന്നു, എന്നാൽ നമുക്ക് ഒരുമിച്ച് കയറാമായിരുന്നല്ലോ. I could say you were വിസിറ്റിംഗ് ഓർ സംതിങ്. ഓക്കെ, എന്നാൽ എനിക്ക് പറയായിരുന്നു നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് എനിക്ക് പറയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകായിരുന്നു, നിനക്ക് എന്നെ കാത്തിരുന്നൂടായിരുന്നോ എന്ന് അവളോട് പറയാണ്. നോ യു ടെൽ മീ. ഇപ്പൊ നീ എനിക്ക് പറഞ്ഞതാട്ടെ, വാട്ട് ഐ സപ്പോസ് ടു സേ ദം ഇഫ് ദേ സീ യു കം അഗെയിൻ. ഓക്കെ, ഇനി നീ അകത്തേക്ക് ഇനിയും കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് എന്ത് മറുപടി കൊടുക്കുമെന്ന് നീ എന്നെ എനിക്ക് പറഞ്ഞിട്ടെന്ന് അവളോട് ചൂടാവാണ്. ഓക്കെ, she walked angrily towards the gate with me hesitantly following her. ഓക്കെ, എന്താണ്, അവള് വളരെ ചൂടായിട്ട് എന്താ പറയാ, അവളുടെ അനിയത്തിനോട് ചൂടാവാണ്. കാരണം എന്താ, ദേഷ്യപ്പെടാണ്. കാരണം ഇനിയും അവള് അകത്തേക്ക് കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചീത്ത കിട്ടും. നേരത്തെ ഇവിടെ കാണാൻ വന്നതാണ് ഓൾറെഡി അത് പറഞ്ഞതാണ്, അവളുടെ അനിയത്തി പറഞ്ഞതാണ്. പിന്നെയും കാണാൻ വന്നതാണ്, വിസിറ്റ് ചെയ്യാൻ വന്നതാണ് പറഞ്ഞ് അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ചീത്ത കിട്ടും. അതുകൊണ്ട് അവളോട് പറയണം, നീ എനിക്ക് വേറെ എന്തെങ്കിലും വഴി പറഞ്ഞാട്ട് നീ നിന്നെ അകത്തേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, she walked angrily towards the gate with hesitantly following her. അവളുടെ ചേച്ചി വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഗേറ്റിന്റെ നേരെ നടന്നപ്പോൾ ഇവളും ഹെസിസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാൽ മടിയോട് കൂടിയിട്ട് അവളെ പിന്തുടരാനാണ് നടത്തും. ഓക്കെ, ഐ മംബിൾഡ് മൈ അപ്പോളജീസ്. മംബിൾഡ് എന്ന് പറഞ്ഞാൽ മുറുമുറുപ്പ്. ഓക്കെ, ഞാൻ എന്റെ ക്ഷമാപണം അവളോട് മുറുമുറുത്തുകൊണ്ടിരുന്നു. ആൻഡ് ഫോളോഡ് ഹർ ഇൻ. അവളുടെ കൂടെ ഞാനും അകത്തേക്ക് കയറി. By some miracle, no one seemed to have noticed it as we quickly emerged a snack of cold chicken and boiled potatoes and drank our tea. പക്ഷെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, എന്താണ്, ആരും ഞങ്ങളെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, വേഗം പോയിട്ട് അവരുടെ സ്നാക്ക് കഴിച്ചു. അതായത് ചിക്കനും അതേപോലെ തന്നെ പൊട്ടറ്റോ, ബോയിൽഡ് ചെയ്ത പൊട്ടറ്റോസും ചായയൊക്കെ കുടിച്ചിട്ട് അവരുടെ
ഡിന്നറൊക്കെ കഴിച്ചു. ഹാർഡ്ലി ഓൺ സ്പീക്കിംഗ് ടേംസ്. ഒന്നും സംസാരിക്കാതിരുന്ന് വേഗം കഴിച്ചിട്ട് എഴുന്നേറ്റു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹോൾ ലൈക്ക് എ ഡോഗ്. അവൾക്ക് എന്തുവാണായിരുന്നു, എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പട്ടിയെ പോലെ ഓടിയിടാനായിട്ട് തോന്നി. ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കാനായിട്ട് തോന്നി. അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അതിനകത്ത് ഇങ്ങനെ ഉറക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയില്ല. ഒരു എന്തല്ല വൈറ്റ് പീപ്പിൾസ് അല്ല, അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഉറക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയില്ല. അപ്പൊ അങ്ങനെ എനിക്ക് സംസാരിക്കാനായിട്ട് തോന്നി എന്ന് അവർ പറയുന്നത്. പക്ഷെ അവരുടെ നിസ്സഹായത കാരണം അവർക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് അവിടെ പറ്റുന്നില്ല. ഐ വിഷ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട്. ഓക്കെ, ആരെങ്കിലും ഒന്ന് വന്നിട്ട് എന്റെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. എന്താണ്, ആൻഡ് ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ്. ഞാനൊരു യൂസ്ലെസ് അല്ല എന്ന് എനിക്ക് അവരോട് പറയണമായിരുന്നു. ആൻഡ് മൈ സിസ്റ്റർ നോട്ട് അവരുടെ സിസ്റ്ററിന് അവരോട് ദേഷ്യമൊന്നുമില്ല. ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലിവ് എനിത്തിങ്. ഓക്കെ, അവരുടെ സിസ്റ്ററിന് അവരുടെ ദേഷ്യമൊന്നുമില്ല, പക്ഷെ അവരുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ്. അവരുടെ സിസ്റ്റർ അവളോട് പറയാറുണ്ട്, നിനക്ക് ജീവിക്കാൻ നല്ലൊരു സ്പേസ് ഒരു ദിവസം നിനക്ക് കിട്ടും എന്ന് അവളോട് പറയാറുണ്ട്. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വോക്ക് അപ്പ് ലോങ് ബിഫോർ ദ അലാറം വെന്റ് ഓഫ്. ഓക്കെ, എന്താണ്, പിറ്റത്തെ ദിവസം അലാറം അടിക്കുന്നതിന്റെ എത്രയും മുമ്പ് ഞാൻ എണീറ്റു. സം കൈൻഡ് ഓഫ് പെയിൻ വിത്തിൻ pushed me to do everything at double speed and run to my toilet. Okay, എന്തോ ഒരു സംഭവം എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഡബിൾ സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവന്റെ ഒരു വേഗം ജോലികളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ടോയ്ലറ്റിലേക്ക് ഓടാണ്. ഐ കോൾഡ് ഇറ്റ് മൈ ടോയ്ലറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹൗ ഐ ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ആ ഒരു ടോയ്ലറ്റിനെ അവൾ പറയുന്നത് എന്താണ്, അത് എന്റെ ടോയ്ലറ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അവൾക്ക് അങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഐ ഫെൽറ്റ് മൈ സ്പിരിറ്റ് റിയലി ലിഫ്റ്റിംഗ് ആസ് ഐ put on my shoes outside again. ഓക്കെ, അവള് ഗേറ്റിന്റെ പുറത്തേക്ക് വളരെ പമ്മിയാണ് ഗേറ്റിന്റെ പുറത്തെത്തുന്നത്. ഗേറ്റിന്റെ പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അവൾ ഷൂ ധരിക്കും. ഷൂ ധരിച്ച് ഉടനെ നമുക്ക് തോന്നാണ് അവളുടെ സ്പിരിറ്റ് ഒക്കെ വളരെയധികം കൂടി എന്ന് എനിക്ക് തോന്നാണ്. കാരണം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ ഒരു ടോയ്ലറ്റിലേക്ക് എത്തണം എന്നുള്ള അവളുടെ ആഗ്രഹം. ഓക്കെ, ഐ മേഡ് ഷുവർ ദാറ്റ് മൈ നോട്ട് ബുക്ക് വാസ് ഇൻ മൈ ബാഗ്. ഓക്കെ, അവള് ഉറപ്പുവരുത്താണ് അവളുടെ ബാഗിനകത്ത് അവളുടെ നോട്ട് ബുക്ക് ഉണ്ടെന്ന് അവൾ ഉറപ്പുവരുത്താണ്. ഐ വാസ് വാക്കിംഗ് ഫാസ്റ്റ് ആൻഡ് മൈ ഫീറ്റ് വർ ഫീലിംഗ് ലൈറ്റർ ലൈറ്റർ ഓൾ ദി ടൈം. അവൾക്ക് തോന്നുന്നുണ്ടോ, അവള് പെട്ടെന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കളരിയിലേക്ക് എത്തണം തോന്നിട്ട് അവള് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുകയാണ്. Then I noticed that the door had been painted and that a new window pane had replaced the old broken one. അവള് വേഗത്തെ ഡോറിന്റെ അടുത്തേക്ക് നടന്നു. പക്ഷെ അവള് അവിടെ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഡോറിന് പുതിയ പെയിന്റ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വിൻഡോ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഐ സ്മൈൽഡ് ടു മൈസെൽഫ് ആസ് ഐ റീച്ച്ഡ് ദ ഡോർ. ആ ഒരു ഡോറിന്റെ മുൻപിൽ എത്തി കഴിഞ്ഞപ്പോൾ അവള് അറിയാതെ പുഞ്ചിരിച്ചു പോവുകയാണ്. കാരണം അവൾക്ക് ആകെപ്പാടെ സ്വാതന്ത്ര്യം കിട്ടുന്നത് എവിടെയാണ്, ആ ഒരു ടോയ്ലറ്റിന്റെ അകത്താണ്. ബിഫോർ ലോങ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് റൈറ്റിംഗ് എ പോയിന്റ്. കാരണം അവളോട് കുറേ സമയം ഇരുന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടോയ്ലറ്റിൽ ഇരുന്നിട്ട് പോയംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. മെനി മോർ മോർണിംഗ് സോ മീ സിറ്റിംഗ് ദർ റൈറ്റിംഗ് സംടൈംസ് ഇറ്റ് ഡിഡ് നോട്ട് ടു ബി എ പോയം. ഓക്കെ, ഒരുപാട് ദിവസങ്ങളിൽ ഒരുപാട് രാവിലെകളിൽ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇരുന്നിട്ടുണ്ട്. എന്താണ്, വെറുതെ പോയംസ് എഴുതാൻ വേണ്ടി മാത്രമല്ല, വേറെയും അവൾ ഒരുപാട് എഴുതാറുണ്ട്. എന്തൊക്കെയാണ് അവൾ എഴുതാറുള്ളത്, ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കം ടു മൈ ഹെഡ്. ഓക്കെ, അവളുടെ തലയിൽ വരുന്ന എന്താണോ അതൊക്കെ അവൾ എഴുതാറുണ്ടായിരുന്നു. ആ പോയം മാത്രമല്ല എഴുതാറുണ്ടായിരുന്നത്. ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് ഐ ഹാഡ് ഫ്രണ്ട് ടു ടോക്ക്. എന്താണ്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനോട് ഞാൻ സംസാരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവൾ എന്താ ചെയ്യാറുണ്ട്, ആ ഒരു പുസ്തകത്തിൽ എഴുതാറുണ്ട്. ഐ റിമെമ്പർ സംടൈംസ് വെൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഹൈഡിങ് സംതിങ് ഫ്രം മൈ സിസ്റ്റർ. എന്താണ്, ഐ റിമെമ്പർ സം ഡേയ്സ് വെൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഹൈഡിങ് സംതിങ് ഫ്രം മൈ സിസ്റ്റർ. ഓക്കെ, എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് എന്ത്, ഞാൻ എന്റെ സിസ്റ്ററിൽ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താണ്, ഷി ഡിഡ് നോട്ട് she did not know about my toilet in the park and she was not in the least interest in my notebook. എന്താണ്, അവളുടെ സിസ്റ്ററിൽ നിന്ന് എന്തൊക്കെ മറച്ചു വെക്കാറുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ തോന്നാനുള്ള റീസൺ എന്ന് പറയുന്നത് അവൾക്ക് അറിയില്ല, അവളുടെ സിസ്റ്ററിന് അറിയില്ല എന്ത്, അവളുടെ ടോയ്ലറ്റിന്റെ കാര്യം. അവളിങ്ങനെ ടോയ്ലറ്റിലാണ് വന്നിരിക്കാറുള്ളതെന്ന് അവൾക്കറിയില്ല. ആൻഡ് ഇങ്ങനെ എഴുതാനാണ് ടോയ്ലറ്റിൽ വന്നിരിക്കുന്നത് നോക്കാറില്ല. കാരണം അവൾ എഴുതുന്നത് ആർക്കും ഇഷ്ടമല്ല, ചേച്ചിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഓക്കെ, then one morning I wanted to write uh, the day before.
ഓക്കെ. all came back to me. ഓക്കെ. അവളെന്താ ചെയ്തത്? അവള് എന്താ ഈ കഥ എഴുതുന്നതിനെ കുറിച്ച് സ്റ്റോറി ചിന്തിച്ച സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് തിരിച്ചു വരികയാണ്. And ആ ഒരു ഡോർ കണ്ടപ്പോൾ അവൾക്ക് ഒരു സമാധാനം തോന്നുകയാണ്. അവൾ എന്ത് ചെയ്യാണ്? പതുക്കെ ചിരിച്ചു പോകാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ്? ബട്ട് ഇറ്റ് വുഡൻ ഓപ്പൺ. ഓക്കെ, അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ലോക്ക്ഡ്. അത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ അക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. ഓക്കെ, ആ ഒരു സമയത്താണ് അവള് അക്സെപ്റ്റ് ചെയ്തത്. അവളത് സ്വീകരിച്ചത്. എന്താണ് ആ ഒരു ടോയ്ലറ്റ് എന്റെ മാത്രമല്ല എന്ന് ചിന്തിച്ചത് അവൾ അപ്പൊ മാത്രമായിരുന്നു. കാരണം എന്നും വന്നിരിക്കുന്ന സ്ഥലമാണ്. അവൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് ആ ഒരു ടോയ്ലറ്റിനകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും ചിന്തിച്ചിരുന്നത് എന്താണ്, ഇത് എന്റെയാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു ദിവസം രാവിലെ അവള് കഥ എഴുതാൻ വേണ്ടി അവിടെ വന്ന് നോക്കുമ്പോൾ ആ ഒരു ടോയ്ലറ്റിന്റെ ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ അപ്പോഴാണ് അവൾ റിയലൈസ് ചെയ്യുന്നത്, എന്ത്, ഈ ടോയ്ലറ്റ് എന്റെ അല്ല, ഉം, എന്റെ മാത്രമല്ല എന്ന് അന്നാണ് അവൾ എന്ത് ചെയ്യുന്നത് തിരിച്ചറിയുന്നത്. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ ബൈ, വാച്ച്ഡ് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ് ആൻഡ് റോഡ് ദ സ്റ്റോറി എനിവേ. എന്താണ്? സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ദ ബെഞ്ച് നിയർ ബൈ. അതിന് ഒരു പാർക്കിന്റെ അടുത്തുള്ള ഒരു ബെഞ്ചിലേക്ക് അവള് പതുക്കെ നടന്നു പോവുകയാണ്. ഈ കാര്യം റിയലൈസ് ചെയ്തതിനു ശേഷം വാച്ച് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ്. എന്താണ്? രാവിലത്തെ സൂര്യോദയം അന്നാണ് കാണുന്നത്. അത്രയും ദിവസം അവള് ടോയ്ലറ്റിന്റെ ഉള്ളിൽ അടച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സൂര്യോദയം അവൾ കാണാറുണ്ടായിരുന്നില്ല. ആൻഡ് റോഡ് ദ സ്റ്റോറി എനിവേ. ഓക്കെ, എനിക്ക് ടോയ്ലറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, കഥ എഴുതുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കൊന്നും ചെയ്തില്ല. കിട്ടിയ സ്ഥലത്ത് ഒരു ബെഞ്ചിൽ പോയിരുന്നിട്ടാണെങ്കിലും അവൾ അവളുടെ സ്റ്റോറി എഴുതാണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് സൗത്ത് ആഫ്രിക്കൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് ഇവിടെ വൈറ്റ് പീപ്പിൾസിന്റെ അടുത്ത് നിന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇനീക്വാലിറ്റി, അതിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അത് അവരെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനോ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ എഴുതാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിന് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവള് എവിടെ പോയിരുന്നത്, ടോയ്ലറ്റിൽ പോയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത്രയും അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അവള് ബസ് സ്റ്റോപ്പിലൊക്കെ പോയിരുന്ന എഴുതി കഴിഞ്ഞാൽ എല്ലാവരുടെയും കുത്തുന്ന നോട്ടമൊക്കെ അവള് സഹിക്കേണ്ടി വരും. പക്ഷെ ടോയ്ലറ്റിലാവുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടോയ്ലറ്റിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അത്രയും ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് അവളുടെ ഒരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത് അല്ലെ. ടോയ്ലറ്റ് ആണ് അവളുടെ അതിനകത്താണ് അവളുടെ ഒരു സ്വാതന്ത്ര്യം പറയുന്നത്. അതൊരു ഇടുങ്ങിപ്പെട്ട ചെറിയൊരു റൂമാണ്. പക്ഷെ എന്താണ്, അതിനകത്താണ് അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഓക്കെ, അവളുടെ ചിന്തകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എവിടെയാണ്? ഒരു ടോയ്ലറ്റിനകത്താണ്. ഓക്കെ, അതുപോലും അവളുടെ സ്വന്തമല്ല എന്നവൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പം സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഏത് അപ്പൊ ഈ ചോദ്യം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാല്, ഒന്ന് നിങ്ങളുടെ ചിലപ്പോൾ ഒരു സ്പീച്ച് ചോദിക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട്, വൈറ്റ് പീപ്പിൾസും ബ്ലാക്ക് പീപ്പിൾസ് അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അവളുടെ ചേച്ചിയും അവൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ, അതായത് ആ ഒരു പട്ടി കടിക്കാൻ വന്നതും അവളെ ചേച്ചി വരാൻ വൈകിയപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടുള്ള ഒരു കോൺവെർസേഷൻ ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ലെക്ചർ അല്ലെങ്കിൽ ഒരു അനുഭവം, അങ്ങനെ സൂപ്പർവൈസർ വഴക്ക് പറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പട്ടി കടിക്കാൻ നോക്കിയ കുറച്ച് മുന്നിലേക്ക് വന്നു നിന്ന ഒരു അനുഭവം, ഇങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങൾ ഒരു ഡയറി എഴുതാനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് ലെക്ചർ എഴുതാനോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചാപ്റ്റർ നന്നായിട്ട് ചോദിച്ചാൽ ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് ജസ്റ്റ് എഴുതി നോക്കാം. മനസ്സിലാകും, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ. പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ എഴുതി നോക്കാം. അപ്പൊ ഇത്രയും പുള്ളി ചാപ്റ്റർ എന്ന് പറയുന്നത്.